ബി.ജെ.പിയുടെ ഇടപെടലിനെ നോർമലൈസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത്. പക്ഷേ കോൺഗ്രസ് എനിക്ക് തോന്നുന്നത് കാണുന്നത് അങ്ങനെ ആവില്ല. കോൺഗ്രസ് ഒരു ബഹുസ്വരതയുള്ള ഒരു ലിബറൽ ജനാധിപത്യ പാർട്ടിയാണ്. നമ്മൾ ഒരു ഒരു റവല്യൂഷണറി പാർട്ടിയുടെ കാഴ്ചപ്പാടിൽ നിന്ന് കോൺഗ്രസിനെ നോക്കിയാൽ ഒന്നും തന്നെ കോൺഗ്രസിനെ പറ്റി മനസ്സിലാവില്ലല്ലോ. ജാതി സെൻസസിനെ കുറിച്ചിട്ടുള്ള മുദ്രാവാക്യം കോൺഗ്രസിനെ വിജയത്തിലേക്ക് നയിച്ചില്ല എന്നുള്ളത് ശരിയാണ്. ഒരു തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടതുകൊണ്ട് ഒരു ഉപേക്ഷിക്കാവുന്നൊരു മുദ്രാവാക്യമല്ല ജാതി സെൻസസിൻ്റെ. അധികാരവുമായി സാമാന്യ ജനങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുന്ന യാതൊരു പദ്ധതിയും അറിയപ്പെടുന്ന രാഷ്ട്രീയ ചരിത്രത്തിൽ ഒന്നുമില്ലാതിരുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ഹിന്ദുത്വ എന്ന് പറയുന്നത്. അതിൻ്റെ ഏത് കാലത്തെ രൂപത്തിലും അതിനതില്ല. അതിന് ഒരൊറ്റ കാര്യമേ ഉള്ളൂ: ഇന്ത്യയെ ഈ ഒരു വേദിക്ക് പൂർവ്വകാലത്തേക്ക് കൊണ്ടുപോവുക എന്നൊരു അജണ്ടയല്ലാതെ മറ്റ് അജണ്ടകളൊന്നുമില്ല. രാഷ്ട്രീയ, ദാർശനിക, സാംസ്കാരിക രംഗങ്ങളെക്കുറിച്ച് നിരന്തരം അന്വേഷണം നടത്തുകയും പുതിയ പരിപ്രേക്ഷ്യങ്ങൾ വായനക്കാർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഡോക്ടർ ടി ശ്രീകുമാറാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. നമസ്കാരം സർ. 2023 പിന്നിടാൻ പോകുന്നു. അടുത്ത വർഷം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചും ലോകത്തെ സംബന്ധിച്ചും വളരെ നിർണായകമാകും എന്നുള്ള വീക്ഷണങ്ങൾ പല രീതിയിലും അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. 2024 കഴിഞ്ഞാൽ പിന്നെ 25, അത് RSS രൂപീകരിക്കപ്പെട്ട് 100 വർഷം തികയുന്ന വർഷം കൂടിയാണ്. നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങളെയും നമ്മുടെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും സംരക്ഷിച്ച് നിർത്താൻ നമുക്ക് സാധിക്കും എന്ന് തോന്നുന്ന എന്തെങ്കിലും ഈ 2023 നിന്ന് താങ്കൾക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ? തീർച്ചയായും. നമ്മളെല്ലാം ശുഭാപ്തി വിശ്വാസികളാണല്ലോ. അങ്ങേയറ്റത്തെ ഇരുട്ടിൽ നിൽക്കുമ്പോഴും കുറച്ച് വെളിച്ചമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നവരാണ് നമ്മൾ. 2023 ആ അർത്ഥത്തിൽ പ്രത്യാശാഭരിതമായ ചില കാര്യങ്ങൾ നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലത്ത് നടന്ന തിരഞ്ഞെടുപ്പുകളാണ്. തിരഞ്ഞെടുപ്പുകളെ പൊതുവെ ആളുകൾ കാണുന്നത് ചില സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ജയിച്ചു, ചില സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് തോറ്റു എന്നുള്ള രീതിയിലാണ്. പക്ഷെ അതിനപ്പുറത്ത് ജയിച്ച സംസ്ഥാനങ്ങളും തോറ്റ സംസ്ഥാനങ്ങളും നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഒരു പ്രധാന പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും കോൺഗ്രസ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതായത് 40% വോട്ട് നേടാൻ സാധ്യതയുള്ള ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് നിലനിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ശക്തിയുള്ള സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ പാർട്ടികളും കോൺഗ്രസും കൂടി ഒന്നിച്ച് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ അത്ര സുഗമമായിരിക്കില്ല ബി.ജെ.പിയെ സംബന്ധിച്ചോളം 2024 തിരഞ്ഞെടുപ്പ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അത്തരത്തിലൊരു ഐക്യം ഉണ്ടാകുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അത്തരത്തിലൊരു ഐക്യം ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോഴും വിദൂരമാണ്. ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ പോലും ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്ന ഒരു മുന്നണിയാണ് ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇപ്പോഴുണ്ടായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അയോധ്യയിൽ ക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കണ്ടയോ എന്നുള്ള ഒരു പ്രശ്നം. ഇപ്പോൾ കോൺഗ്രസ് കാലാകാലങ്ങളായിട്ട് ഇന്ത്യ ഭരിച്ചിട്ടുള്ള ഒരു സംഘടനയാണ്. അതിന് പല കാര്യങ്ങളിലും വളരെ ലിബറലായിട്ടുള്ള ചില ഔട്ട്ലുക്കുകളുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങളാണ് അവരെടുത്തു പോന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു ക്ഷണത്തെ അവർ കാണുന്നതും അതിലവർ പങ്കെടുക്കാമെന്ന് പറയുന്നതും. അത് യഥാർത്ഥത്തിൽ ഹിന്ദുത്വം നടത്തിയ വളരെ അഗ്രസീവായ ഒരു ഇടപെടലിനെ കോടതി ഒരർത്ഥത്തിൽ അംഗീകരിക്കാൻ നിർബന്ധിതമായ ദീർഘകാലത്തെ ബി.ജെ.പിയുടെ ഇടപെടലിനെ നോർമലൈസ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത്. പക്ഷേ കോൺഗ്രസ് എനിക്ക് തോന്നുന്നത് കാണുന്നത് അങ്ങനെ ആവില്ല. കോൺഗ്രസ് കാണുന്നത് കോടതി ഉത്തരവുണ്ട്, അതനുസരിച്ചൊരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുണ്ട്, ആ ട്രസ്റ്റ് നടത്തുന്ന ഒരു പരിപാടിയിലേക്ക് ട്രസ്റ്റ് ക്ഷണിക്കുന്നു, പ്രതിനിധിയെ അയക്കുക എന്നുള്ള ഒരു സാമാന്യ മര്യാദയാണ് എന്നുള്ള രീതിയിലായിരിക്കും കോൺഗ്രസ് അതിനെ കാണുന്നത്. കോൺഗ്രസ് ഒരു ബഹുസ്വരതയുള്ള ഒരു ലിബറൽ ജനാധിപത്യ പാർട്ടിയാണ്. നമ്മൾ ഒരു റവല്യൂഷണറി പാർട്ടിയുടെ കാഴ്ചപ്പാടിൽ നിന്ന് കോൺഗ്രസിനെ നോക്കിയാൽ ഒന്നും തന്നെ കോൺഗ്രസിനെ പറ്റി മനസ്സിലാവില്ലല്ലോ ആ അർത്ഥത്തിൽ. പക്ഷേ അപ്പോഴും കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ചരിത്ര ഘട്ടത്തിലെങ്കിലും ഇതിനെ നിസ്സാരമായി നോർമലൈസ് ചെയ്യാൻ വിട്ടുകൊടുക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കോൺഗ്രസ് പങ്കെടുക്കുന്നതിന് എനിക്ക് തോന്നുന്നത് പല പ്രസ്ഥാനങ്ങളും എതിർക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇതിൽ നിന്ന് പിന്മാറാൻ ഇനിയും കോൺഗ്രസ്സിന് സത്യം പറഞ്ഞാൽ അവസരമുണ്ട്. കോൺഗ്രസ് പിന്മാറുന്നത് കൊണ്ട് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ കോൺഗ്രസ് പങ്കെടുക്കുകയാണെങ്കിൽ അത് ഇന്ത്യ മുന്നണിയിൽ വലിയ വിള്ളലുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കാരണം പല മുന്നണിയിലെ പല ഘടക കക്ഷികൾക്കും
അസ്വീകാര്യമായൊരു നിലപാടാണ് ഇതിൽ പങ്കെടുക്കുക എന്നുള്ളത്. പക്ഷെ ഞാൻ പറയുന്നത് അതിലുപരിയായിട്ട് ഇത്തരമൊരു പ്രശ്നത്തിൻ്റെ പേരിൽ ഭിന്നിക്കേണ്ടവരല്ല ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ തമ്മിൽ ഏറ്റവും കൂടുതൽ യോജിപ്പുള്ള ഒരു കാര്യം ജാതി സെൻസസ് നടപ്പിലാക്കണം എന്നുള്ളതാണ്. ആ ജാതി സെൻസസിൻ്റെ മുദ്രാവാക്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ചു. അത് എല്ലാ സ്ഥലത്തും ഒരേപോലെ സ്വീകാര്യമായില്ല എന്നുള്ളത് ശരിയാണ്. മധ്യപ്രദേശിലും അതുപോലെ തന്നെ രാജസ്ഥാനിലും ജാതി സെൻസസിനെ കുറിച്ചിട്ടുള്ള മുദ്രാവാക്യം കോൺഗ്രസിനെ വിജയത്തിലേക്ക് നയിച്ചില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതുകൊണ്ട് ജാതി സെൻസസിൻ്റെ എന്ന മുദ്രാവാക്യത്തിൻ്റെ പ്രാധാന്യമില്ലാതാവുകയോ അതുകൊണ്ടുണ്ടാകാവുന്ന നേട്ടങ്ങളില്ലാതാവുകയോ ചെയ്യുന്നില്ല, നടപ്പിലാക്കിയാൽ ഉണ്ടാകുന്ന നേട്ടങ്ങളില്ലാതാവുകയോ ചെയ്യുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതുകൊണ്ട് ഒരു ഉപേക്ഷിക്കാവുന്നൊരു മുദ്രാവാക്യമല്ല ജാതി സെൻസസിൻ്റെത്. അപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ അത്തരം കാര്യങ്ങളിൽ വ്യാപകമായ വിപുലമായ ഐക്യമുണ്ടെന്നിരിക്കെ ഊന്നൽ കൊടുക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ ജാതി സെൻസസ് പോലെയുള്ള പ്രശ്നങ്ങൾക്കാണ്. അങ്ങനെ വരുമ്പോൾ പോലും ഈ ഹിന്ദുത്വത്തെ ഇപ്പോൾ 1980-കൾക്ക് ശേഷം രണ്ട് കാര്യങ്ങൾ ഇന്ത്യയിൽ നടന്നുവെന്ന് പൊതുവിൽ പലരും പറയാറുണ്ട്. ഒന്ന്, നിയോ ലിബറലിസം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഹിന്ദുത്വത്തിൻ്റെ ഒരു വർദ്ധിതമായ വീര്യത്തോടുള്ള മുന്നേറ്റം നടക്കുന്നു. ഇപ്പോൾ നമ്മൾ 2023 നിൽക്കുമ്പോൾ നിയോ ലിബറലിസത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഒരു കൺസെൻസസിലെത്തിയതുപോലെയുള്ള പെരുമാറ്റമാണ്. എന്തൊക്കെ തരത്തിലുള്ള പ്രത്യയശാസ്ത്രപരമായ ഭിന്നതകൾ പറഞ്ഞാൽ പോലും അവർ നിയോ ലിബറലിസത്തിൻ്റെ വക്താക്കളോ അല്ലെങ്കിൽ നടത്തിപ്പുകാരായി മാറുന്നൊരു കാഴ്ചയുണ്ട്. അതേപോലെ തന്നെ ഹിന്ദുത്വത്തിൻ്റെ കാര്യത്തിലും ഇന്ത്യയിലെ മുഖ്യധാര പാർട്ടികൾ, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ചോദിക്കുന്നത്, മറ്റു പാർട്ടികൾ ഒരു ഏകദേശ കൺസെൻസസ്, അതായത് ഒരു സോഫ്റ്റ് ഹിന്ദുത്വ ലൈനാണ് നമ്മുടെ ഒരു 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 നടത്തിപ്പ് മൂല്യബോധം എന്ന മട്ടിലേക്ക് മാറുന്നതിൻ്റെ കൂടി ഒരു സൂചകമായിട്ട് നമുക്ക് ഈ അയോധ്യയിലെ പള്ളി പൊളിച്ചെടുത്ത് പണിത ക്ഷേത്ര പ്രവേശനവുമായി ബന്ധപ്പെട്ട് കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും. പക്ഷേ അതിൻ്റെ ഒരു ചരിത്രപരമായ അടിസ്ഥാനം മറ്റൊന്നാണ്. ഇന്ത്യയിൽ ഭരണവർഗങ്ങൾ എല്ലാ കാലത്തും ഒരു മൃദു ഹിന്ദുത്വ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. നമ്മളിപ്പോൾ ഒരു വിശകലനപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഭരണവർഗങ്ങളുടെ പ്രത്യയശാസ്ത്രപരമായ അടിത്തറ എന്തായിരുന്നു? ലിബറൽ ജനാധിപത്യം ഒരു വശത്തുള്ളപ്പോൾ പോലും മൃദു ഹിന്ദുത്വത്തിൻ്റേതായ ഒരു സമീപനം അത് ഭരണഘടനയിൽ തന്നെ ആ രീതിയിലാണ് ഉള്ളത്. പക്ഷേ അതിനിടയിൽ ഒരു ചോദ്യം, അങ്ങനെ ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലം മുതൽ തന്നെ കോൺഗ്രസ്സിലായാലും അല്ലെങ്കിൽ മറ്റ് കോൺഗ്രസ്സിലെ പോലുള്ള ബഹുജന പ്രസ്ഥാനങ്ങളിൽ ഒരു ഹിന്ദുത്വത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഹിന്ദു ലൈൻ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ ശക്തമായി എതിർക്കുന്ന ഒരു വശത്ത് ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള ആധുനികവാദികളും ഡോക്ടർ അംബേദ്കറെ പോലുള്ള അങ്ങനെയുള്ള സാന്നിധ്യങ്ങളും അന്ന് ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ പക്ഷേ അത്തരത്തിലുള്ള ചെറുത്തുനിൽപ്പുകളോ അല്ലെങ്കിൽ പ്രതിരോധമോ ഇതിനെതിരെ ഉയരുന്നുണ്ടോ ആ മട്ടിൽ? അതായത് ആ പ്രതിരോധത്തിൻ്റെ ഒരു സ്വഭാവം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് 2-3 തരത്തിൽ ഉള്ള വൈരുദ്ധ്യങ്ങൾ ദേശീയ പ്രസ്ഥാനത്തിന് ഉള്ളിലുണ്ടായിരുന്നു. ഒന്ന്, പ്രധാനമായിട്ടും ഈ ഗാന്ധിയൻ സമരമുറകൾ സ്വീകരിക്കുകയും ഗാന്ധി ഹിന്ദുത്വ വാദപരമായിട്ടുള്ള എന്ന് പറയാൻ പറ്റില്ലെങ്കിലും മതപരമായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. ഈ അഹിംസാ സിദ്ധാന്തം തന്നെ അർത്ഥത്തിൽ റിലീജിയസ് ഓവർ ടോൺസ് ഉള്ളതാണ് എന്ന് ഗ്രാംഷി പറയുന്നുണ്ട്. അതായത് പാസീവ് റെവല്യൂഷൻ എന്നാണ് ഗാന്ധിയുടെയും ടോൾസ്റ്റോയുടെയും, ഗാന്ധിയെ ഒറ്റയ്ക്കല്ല ഗ്രാംഷി നിർവചിച്ചിട്ടുള്ളത്. ഗ്രാംഷി പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ടോൾസ്റ്റോയുടെയും ഗാന്ധിയുടെയും പാസീവ് റെവല്യൂഷൻ അത് റിലീജിയസ് ഓവർ ടോൺസ് ഉള്ള ഒരു നെയ്വ് റെവല്യൂഷനാണെന്നാണ്. നെയ്വ് എന്ന് പറയുന്നത് ബുദ്ധിശൂന്യം എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ പിന്നെ ആണെന്ന് പറയാം, അല്ലെങ്കിൽ അത്ര സോഫിസ്റ്റിക്കേറ്റഡ് അല്ല എന്നുള്ള അർത്ഥത്തിൽ പറയാം. ഈ പാസീവ് റെവല്യൂഷനെ അദ്ദേഹം വിമർശിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ടോൾസ്റ്റോയിയെ കുറിച്ചിട്ടുള്ള ലെനിൻ്റെ വിമർശനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഈ ലെനിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ലേഖനമുണ്ട്, ഇവിടെ കേരളത്തിലൊക്കെ ധാരാളം പേര് അത് കൂട്ടിയാറുണ്ട്. ടോൾസ്റ്റോയി റഷ്യൻ വിപ്ലവത്തിൻ്റെ കണ്ണാടിയാണെന്ന് പറയുന്നത്, മിറർ ഓഫ് റഷ്യൻ റവല്യൂഷനാണ് എന്ന് പറയുന്ന 1908 എഴുതിയ ഒരു ലേഖനമുണ്ട്. പക്ഷേ ആ ലേഖനം പലരും വിചാരിക്കുന്ന പോലെ ടോൾസ്റ്റോയിയെ പ്രകീർത്തിക്കുന്നതോ ടോൾസ്റ്റോയുടെ കൃതികളെ പ്രകീർത്തിക്കുന്നതായിട്ടുള്ളൊരു ലേഖനമല്ല. ബൽസാക്കിനെ കുറിച്ച് മാർക്സ് പറഞ്ഞതുപോലെ ടോൾസ്റ്റോയെക്കുറിച്ച് ലെനിൻ പറഞ്ഞു എന്ന രീതിയിലാണ് മാർക്സിസ്റ്റ് സൗന്ദര്യശാസ്ത്രകാരന്മാർ ഇവിടെ അത് ഉപയോഗിക്കുന്നതെങ്കിലും അങ്ങനെയല്ല അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ ചിലപ്പോൾ ചില പ്രതിഫലനങ്ങൾ റഷ്യൻ വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് ഉണ്ടാവാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഈ മതപരമായിട്ടുള്ള ഒരു അഹിംസാ സിദ്ധാന്തമാണ് എന്ന് മാത്രമല്ല, ലെനിൻ അതിനെപ്പറ്റി വളരെ രൂക്ഷമായിട്ടാണ് ഇതിനെ പരാജയപ്പെടുത്തേണ്ടതുണ്ട്. കാരണം എന്താ വെച്ചാൽ 1905 ആദ്യത്തെ റഷ്യൻ വിപ്ലവം പരാജയപ്പെട്ടതിന് കാരണം, ഇത് നമ്മൾ ആരോപിക്കുന്നതൊന്നല്ല, ലെനിനെ പോലെ സൂക്ഷ്മദൃക്കായ സൈദ്ധാന്തികനായ ഒരാൾ
ഗൗരവത്തോടെ നടത്തുന്ന ഒരു വിമർശനമാണെന്ന് നമ്മൾ ഓർക്കണം. 1905 വിപ്ലവം പരാജയപ്പെടുന്നതിനുള്ള പ്രധാന കാരണം ജനസാമാന്യത്തിനിടയിൽ ടോൾസ്റ്റോയുടെ അഹിംസാ സിദ്ധാന്തത്തിനുണ്ടായിരുന്ന സ്വാധീനമാണ് എന്നാണ് ആ ലേഖനത്തിൽ ലെനിൻ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ചുവട് പിടിച്ചാണ് ഗ്രാംഷി അന്ന്, കാരണം ആ കാലത്ത് ലെനിൻ എഴുതുന്ന കാലത്ത് ഗാന്ധി പ്രസക്തനല്ല, പക്ഷേ 30കളിൽ ഗ്രാംഷി എഴുതുന്ന കാലത്ത് ഗാന്ധിയും പ്രസക്തനായതുകൊണ്ട് ടോൾസ്റ്റോയുടെ ഈ ഫ്രെയിംവർക്കിനെ, ഈ വിചാര മാതൃകയെ, വിശകലന മാതൃകയെ ഗ്രാംഷി എടുത്ത് ടോൾസ്റ്റോയെയും ഗാന്ധിയെയും താരതമ്യം ചെയ്ത് പറയുകയാണ് ചെയ്യുന്നത്, ഇവരുടെ രണ്ടുപേരുടെയും. പക്ഷേ അതേ സമയത്ത് തന്നെ ഗ്രാംഷി അതിനെ വിപുലീകരിക്കുന്നുണ്ട്. വിപുലീകരിച്ചിട്ട് പറയുന്നത് 3 ഭാഗങ്ങളുണ്ട് ഈ ഗാന്ധിയൻ സമരമുറയ്ക്ക്. എല്ലാ സമരമുറകളുടെയും പോലെ തന്നെ ഒന്ന് എന്ന് പറയുന്നത് ഈ വാർ ഓഫ് പൊസിഷനാണ്, നിലപാടിലുള്ള സമരം, നിലപാടുകൾ കൊണ്ടുള്ള സമരം. 2 എന്ന് പറയുന്നത് ഒരു വാർ ഓഫ് മാനുവറിംഗ് ആണ്, ഒരു ഫിസിക്കൽ മാനുവറിങ്ങിൻ്റെ സ്വഭാവത്തിലേക്ക് വരുന്നതാണ്. മറ്റൊന്ന് ഗറില്ല വാർഫെയർ ആണ്. അപ്പോൾ ഗാന്ധിയുടെ സമീപനം എന്ന് പറയുന്നത് ഇത് 3 ഉൾക്കൊള്ളുന്നതാണെന്നാണ് ഗ്രാംഷി പറയുന്നത്. അതല്ലാതെ ഈ പാസീവ് റെവല്യൂഷൻ മാത്രമാണെന്നല്ല. അഹിംസ എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു നെയ്വായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇത് മതപരമായിട്ടുള്ള ഓവർ ടോൺസ് ഉള്ളതാണ്, അതിധ്വനികളുള്ളതാണ്. അതൊക്കെ ശരിയാണെങ്കിൽ പോലും ഈ 3 ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഈ 1ാമത്തെ ഭാഗമെന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും സൂക്ഷ്മമായ വശം. എന്താണ് ഗാന്ധിയുടെ വാർ ഓഫ് പൊസിഷൻ? ഗാന്ധിയുടെ വാർ ഓഫ് പൊസിഷൻ നമ്മളെ എന്ത് പറഞ്ഞാണോ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുന്നത് അതിലേക്ക് പോകുന്നതിന് പകരം അതിനെ നിരാകരിക്കുക. ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇൻഫീരിയർ ആവുന്നത് അവരുടെ ആധുനികതയ്ക്ക്, അവരുടെ ശാസ്ത്രീയതയ്ക്ക് ഒപ്പം നിൽക്കാൻ പറ്റാത്ത പ്രാകൃതരാണ് ഇന്ത്യക്കാർ, അതുകൊണ്ട് നിങ്ങളെ നമുക്ക് ഭരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അല്ല നമ്മൾ എന്ന് സ്ഥാപിക്കുന്നതിന് പകരം അത് ഒരു സ്ലേവ് മെൻറ്റാലിറ്റിയാണ്. ഞാനതല്ല എന്ന് പറയുന്നൊരു സ്ലേവ് മെൻറ്റാലിറ്റിയാണ്. ആ സ്ലേവ് മെൻറ്റാലിറ്റിക്ക് പകരം ഒരു മാസ്റ്റർലി മെൻറ്റാലിറ്റിയാണ് ഗാന്ധി കാണിക്കുക. എന്താണ്? നിങ്ങളുടെ ആധുനികത തെറ്റാണെന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങളുടെ ആധുനികത തെറ്റാണ്, നിങ്ങളുടെ ആധുനികത അപകടകരമാണ്, നിങ്ങളുടെ ആധുനിക മനുഷ്യനെതിരാണ്. അപ്പോൾ അതാണ് വാർ ഓഫ് പൊസിഷൻ. ആ വാർ ഓഫ് പൊസിഷന് വേണ്ടിയാണ് മതത്തെ എടുക്കുന്നതും ഇന്ത്യൻ ചിന്തയിൽ തന്നെ ഇതുണ്ട് എന്ന് പറയുന്നു. അത് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ നെഹ്റു ആണെങ്കിലും ഒരു വലിയ ഘട്ടം വരെ അംബേദ്കർ തന്നെയും ഗാന്ധി അത്തരത്തിൽ പരസ്യമായിട്ട് വിമർശിക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ വാർ ഓഫ് പൊസിഷൻ എന്ന് പറയുന്നതിനകത്തുള്ള ആ ഗാന്ധിയുടെ സ്ട്രാറ്റജി അത് സ്വാതന്ത്ര്യ സമരത്തിൽ വളരെയധികം പ്രയോജനപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ്. അതേസമയം തന്നെ വാർ ഓഫ് മാനുവറിങ്ങിലേക്കും പോകുന്നുണ്ട്. ഇപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരം പോലെയുള്ളത് വാർ ഓഫ് മാനുവറിംഗ് ആണ്. അതിലേക്ക് പോകുന്നതിന് മുൻപ് ഇതാണ് ഈ വാർ ഓഫ് പൊസിഷനിലുള്ള വിജയമാണ്. അതായത് ഇന്ത്യൻ മാസസിനെ, ഇന്ത്യൻ ജനസാമാന്യത്തെ ഈ അഹിംസാ സിദ്ധാന്തത്തിൻ്റെ വാഹകരാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിലേക്ക് പോകാൻ അദ്ദേഹത്തിന് സഹായകമാകുന്നത്. ആ വാർ ഓഫ് പൊസിഷനിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെട്ടു. അവർ പരാജയപ്പെട്ടതുകൊണ്ടാണല്ലോ ഇംഗ്ലണ്ടിൽ ഗാന്ധി ചെന്നിറങ്ങുമ്പോഴത്തേക്കും ആയിരക്കണക്കിന് ഇംഗ്ലണ്ടുകാർ തന്നെ വന്ന് ഗാന്ധിയെ സ്വീകരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു വശം ഗാന്ധിയൻ ചിന്തയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ഈ 2 ഇത് വെച്ച് നോക്കുമ്പോൾ. പിന്നെ ഈ ഒരു ഗറില്ല വാർഫെയറിൻ്റെ സമീപനം നേരിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ചിന്തയുമായി ബന്ധപ്പെട്ട ചില ഇപ്പോൾ ഉപ്പ് സത്യാഗ്രഹം പോലെയൊക്കെയുള്ള പെട്ടെന്ന് ചില നിലപാടുകൾ എടുത്തിട്ട് അമ്പരപ്പിക്കുന്ന ചില നിലപാടുകൾ അദ്ദേഹം എടുക്കുന്നുണ്ട്. അത് അംബേദ്കർ ആണെങ്കിൽ തന്നെ അംബേദ്കറും ഈ ആധുനികതയോട് പൂർണ്ണമായിട്ടും വഴങ്ങി നിന്ന ഒരാളല്ല. അദ്ദേഹം ബുദ്ധമതത്തെയാണല്ലോ പിന്നീട് സ്വീകരിക്കുന്നത്. ബുദ്ധമതം എന്ന് പറയുന്നത് കാർൾ മാർക്സിൻ്റെ മാർക്സിസത്തെക്കാളും ഭേദപ്പെട്ട ഒരു ന്യായസംഹിതയാണ് എന്നുള്ള വിശ്വാസമാണ് അദ്ദേഹം 50കളിൽ പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ അതിൽ അദ്ദേഹം പ്രധാനമായിട്ടും കൊണ്ടുവരുന്നത് ഈ ജാതിയുടെ പ്രശ്നം കൊണ്ടുവരുന്നത് സാമൂഹിക നീതിയുടെ പ്രശ്നം കൂടിയായിട്ടാണ്. ബ്രാഹ്മണ്യത്തെയാണ് അദ്ദേഹം വിമർശിക്കുന്നത്. ഈ ബ്രാഹ്മണ്യത്തെ വിമർശിക്കുന്നതിലൂടെ, ജാതിയെ വിമർശിക്കുന്നതിലൂടെ സാമൂഹിക നീതിയുടെ ഒരു അംശം അദ്ദേഹം കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ അംബേദ്കറിന് 20കളിൽ അംബേദ്കറാണ് ആദ്യമായിട്ട് പ്രധാനപ്പെട്ട ഒരു സത്യാഗ്രഹം നടത്തുന്നത്. സത്യാഗ്രഹത്തിന് മുൻപാണ് മഹദ് സത്യാഗ്രഹം നടക്കുന്നത്. മഹദ് സത്യാഗ്രഹം നടക്കുന്നത് കുടിവെള്ളത്തിന് ഉപയോഗിക്കാനുള്ള ദളിത് സമൂഹങ്ങളുടെ കുടിവെള്ളം ഉപയോഗിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ളതാണ്. ഉപ്പ് സത്യാഗ്രഹം നടത്തി ഉപ്പ് കാച്ചി കഴിഞ്ഞാൽ അത് ദളിതർക്ക് ഉപ്പ് കാച്ചാനുള്ള അവകാശമാകുമോ എന്നുള്ള ചോദ്യം ഉപ്പ് സത്യാഗ്രഹത്തിന് മുൻപ് ഈ ജലാധികാരത്തിൻ്റെ പ്രശ്നം ഉന്നയിച്ച് അംബേദ്കർ ചോദിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഗാന്ധിയുടെ സത്യാഗ്രഹം ഗാന്ധിയേക്കാൾ രാഷ്ട്രീയമായിട്ട് ഈ മഹത് സത്യാഗ്രഹത്തിലൂടെ അംബേദ്കർ മുമ്പോട്ട് കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലും അതിനുശേഷവും അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമായിട്ട് ഗാന്ധി സ്വീകരിക്കുന്നത് അംബേദ്കറിൻ്റെ ഈ സമ്മർദ്ദം കൊണ്ടുകൂടിയാണ്. അംബേദ്കർ ഉയർത്തിയ രാഷ്ട്രീയത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ്. അതേസമയം തന്നെ ഈ ദ്വയാംഗത്വം പ്രശ്നം വരുമ്പോൾ അതിനെ ഗാന്ധി അനുകൂലിക്കാത്തതിന് കാരണം ബ്രിട്ടീഷ് ആധുനികതയുമായിട്ടുള്ള ഈ വൈരുദ്ധ്യം ഏറ്റവും ശക്തമായിട്ട് അദ്ദേഹത്തിന് പറയണമെങ്കിൽ ഈ ഒരു വൈരുദ്ധ്യം ഇവിടെ ഉണ്ട് എന്ന് സമ്മതിക്കാൻ പറ്റില്ല.
ഈ ഉൾപ്പിരിവുണ്ട് എന്നുള്ളത് സമ്മതിക്കാൻ പറ്റാതെ ഞങ്ങൾ ഒന്നാണ് എന്ന് ഒന്നാണ്. പറയാൻ വേണ്ടിയാണ് അദ്ദേഹം ആ മതം എന്നുള്ളതാണ് അപ്പോഴും അദ്ദേഹത്തിൻ്റെ കണക്കുള്ളത്. കാരണം ഇസ്ലാമിനും സിഖ് മതത്തിനും അദ്ദേഹം ഇത് കൊടുക്കുന്നതിനെതിരല്ല, അല്ല. ദളിതർക്ക് കൊടുക്കുന്നതിനെതിരേ ഉള്ളൂ. കാരണം ദളിതർ ഹിന്ദുക്കളാണ് ഹിന്ദുക്കളാണ്. എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാദം. അപ്പോൾ ആ തരത്തിലൊരു ഒരു ഹിന്ദുത്വത്തിൻ്റെ ചില വശങ്ങളെ സ്വാംശീകരിക്കുന്നത് ഇപ്പോൾ തിലകൻ്റെ കാലത്തുണ്ട്. ഗണേശോത്സവമൊക്കെ കൊണ്ടുവരുന്നത് തിലകനാണല്ലോ. അതിനു മുൻപ് ഈ ഗാന്ധിയെയും വിവേകാനന്ദനെയും ഒക്കെ ട്രെയിൻ ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്ര പരിപ്രേക്ഷ്യം ഉണ്ടാകുന്നത് 1880-കൾ തൊട്ടുള്ള കാലഘട്ടത്തിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒക്കെ വരുന്ന 84-ലാണെങ്കിലും അതിന് മുൻപ് 1857-ലാണ് ഏറ്റവും വലിയ പ്രശ്നം ഇന്ത്യയിൽ നടക്കുന്നത്. അതായത് ഈ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം നടക്കുന്നത്. അത് പൂർണ്ണമായും പരാജയപ്പെട്ടതോടുകൂടി ഇന്ത്യയിലെ ജന്മിവർഗങ്ങൾക്ക് ബ്രിട്ടീഷുകാരുമായിട്ട് പോരടിച്ച് നിൽക്കാനുള്ള സാധ്യതയില്ലാതായി. അതിൽ മുസ്ലിങ്ങളുണ്ടായിരുന്നു, പിന്നെ ഹിന്ദുക്കളും ഉണ്ടായിരുന്നു ഈ സമരത്തിൽ പങ്കെടുത്തതിൽ. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്തു എന്ന് പിന്നെ അഭിപ്രായപ്പെടാൻ തുടങ്ങിയത് ഹിന്ദു ഗ്രൂപ്പുകളാണ്. അവരുടെ പ്രൈഡിനെയാണ് ഇത് അഫക്റ്റ് ചെയ്തതെന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെയാണ് ഈ പിന്നെ ആര്യ സമാജവും പ്രാർത്ഥനാ സമാജവും ബ്രഹ്മസമാജം തന്നെ പുതിയ രൂപത്തിൽ 60-കളിൽ പ്രത്യക്ഷപ്പെടുന്നതുമൊക്കെ. കാരണം അവർ തിരിച്ചു പോകാൻ ആഗ്രഹിച്ചത് ഈ വേദിക് കാലത്തേക്കാണ്. കാരണം ആ വേദിക് കാലം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ റിലീജിയനേക്കാളും സുപ്പീരിയർ ആയിട്ടുള്ള ഒരു റിലീജിയസ് ഐഡിയോളജിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അതായത് ബാക്കി ഇവരേറ്റവും കൂടുതൽ ക്രിസ്ത്യൻ മിഷണറിമാർ ആക്രമിച്ചിരുന്നത് ഈ ബഹുദൈവ സിദ്ധാന്തത്തെയാണ്. അപ്പോൾ ഈ ബഹുദൈവ സിദ്ധാന്തത്തെ ഒറ്റയടിക്ക് മാറ്റി നിർത്തണമെങ്കിൽ വേദത്തിലേക്ക് പോയാൽ അതിൽ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വേദത്തിൽ വേറെ ദേവതകൾ ഉണ്ടെങ്കിൽ തന്നെയും ബ്രഹ്മമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അപ്പോൾ വേദിക് പാരമ്പര്യം എന്ന് പറയുന്നതിനെ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്ന ഒരു ആശയം ശക്തമായി ഉണ്ടായിക്കൊണ്ടിരുന്നത് ഈ 857-ന് ശേഷമുള്ള കാലഘട്ടത്തിലാണ്. ആ കാലഘട്ടത്തിൽ യുവാക്കളായിരുന്ന ആൾക്കാരാണ് ഗാന്ധിയും പിന്നെ അതുപോലെ തന്നെ വിവേകാനന്ദനും ഒക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ആ കാലത്തെ ഈ ആശയങ്ങൾ, ഈ ആര്യ സമാജിൻ്റെയും ബ്രഹ്മസമാജിൻ്റെയും പ്രാർത്ഥനാ സമാജിൻ്റെയും ഒക്കെ ആശയങ്ങൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ചെറുപ്പകാലത്തെ ട്രെയിനിങ്ങിൽ ഉൾച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതവരുടെ രചനകളിൽ നിന്ന് വ്യക്തമാണ്. ഇപ്പോൾ വിവേകാനന്ദൻ്റെ വായിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സമാനതകളുണ്ട് ഗാന്ധിയുടെ സമീപനവുമായിട്ട്. അത് ആ കാലഘട്ടത്തിൻ്റെ സമാനതയാണ്. അത് ശക്തമായിട്ട് വരുന്നുണ്ട് ഇവരുടെ കൃതികളിൽ. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് 1984 കോൺഗ്രസ് ഉണ്ടായതിനു ശേഷം ഇത് റിഡൻഡൻ്റായി. ഈ ഹിന്ദുത്വത്തിൻ്റെ ആദ്യ ധാര റിഡൻഡൻ്റായി. കാരണം മുസ്ലിം ബൂർഷ്വാസിക്കും മറ്റുള്ളവർക്കും എല്ലാവർക്കും പങ്കെടുക്കാവുന്ന ഒരു പൊതു പ്ലാറ്റ്ഫോം വന്നു, കോൺഗ്രസ് എന്ന് പറയുന്നത്. അത് വന്നതോടുകൂടി ഈ ഒരു ധാരയ്ക്ക് മുമ്പോട്ട് പോകാൻ കഴിയാതെയായി. അപ്പോൾ ഹിന്ദുത്വത്തിൻ്റെ ആദ്യ രൂപം എന്ന് വേണമെങ്കിൽ പറയാവുന്ന അതിൻ്റെ റിവൈവൽസ് സ്ഥാനത്തെ കോൺഗ്രസിൻ്റെ വരവോടുകൂടിയാണ് ഒരു പരിധിവരെ റദ്ദാക്കപ്പെടുന്നത് എന്നാണോ? അതെ, ഒരു പരിധിവരെ അല്ല, വളരെ ശക്തമായിട്ട് അത് നിന്നു. പിന്നെ അതിനുശേഷം നമ്മൾ അതിനെക്കുറിച്ച് കേൾക്കുന്നത് ഗാന്ധി ഖിലാഫത്ത് മൂവ്മെൻറ്റിനെ പിന്തുണയ്ക്കുന്ന കാലത്ത് മാത്രമാണ്. അതിനിടയ്ക്ക് ഇതിന് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. മുസ്ലിങ്ങളുമായിട്ട് ഐക്യം എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഗാന്ധി മുന്നോട്ട് വെക്കുന്നതോടുകൂടിയാണ് ഇവർ വീണ്ടും രംഗത്ത് വരുന്നതും. 1920-കളിൽ RSS പോലെയുള്ള സംഘടനകൾ, അന്ന് RSS മാത്രമല്ല ധാരാളം ഹിന്ദു സംഘടനകൾ ആ സമയത്ത് ഉണ്ടാകുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യാഘാതം എന്നുള്ള രീതിയിൽ. അതുവരെ ഇന്റർനാഷണൽ കോൺഗ്രസിനെ അവർ ടോളറേറ്റ് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. അത് സാരമില്ല എന്നുള്ള തരത്തിലായിരുന്നു. അങ്ങനെയുള്ള സവർക്കറൊക്കെ ആ അർത്ഥത്തിൽ ആദ്യകാലത്ത് ഒരു പൊതു നിലപാടിലാണല്ലോ നിന്നിരുന്നത്, ഒരു ഹിന്ദുത്വ നിലപാടിലേക്കല്ലല്ലോ ആദ്യകാലം വരുന്നത്. അവർക്ക് അവരുടേതായ ചില നിലപാടുകൾ വ്യത്യസ്തമായിട്ടുണ്ടായിരുന്നെങ്കിൽ തന്നെയും ഒരു പൊതുധാരയുടെ ഭാഗം കൂടിയായിട്ടാണ് അത് നിന്നിരുന്നത്. പക്ഷേ ഇതോടുകൂടി 1920-കളോടുകൂടി ഇത് വിച്ഛേദിക്കപ്പെട്ടു. അങ്ങനെ വിച്ഛേദിക്കപ്പെട്ട അതിന് ശേഷമാണ് ഹിന്ദുത്വം പ്രത്യേകമായിട്ടുള്ള സവിശേഷമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ധാരയായി വീണ്ടും RSS 1924 RSS ഉണ്ടാകുന്നതും തുടർന്ന് അത് ശക്തിപ്പെടുന്നതും ഒക്കെ. ആ കാലഘട്ടത്തിൽ തന്നെ ഇപ്പോൾ RSS ഉണ്ടാകുന്നു എന്നുള്ളതല്ലാതെ ദേശീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം RSSനെ ശത്രുവായി കാണേണ്ട ഒരു ആവശ്യം അന്ന് വരുന്നില്ല. അത്ര പ്രസക്തമായിരുന്നില്ല. അതിന് RSS ശക്തിപ്പെട്ടാൽ തന്നെയും അതൊരു പ്രസക്തമായി വരുന്നില്ല. പക്ഷേ RSSും കോൺഗ്രസും തമ്മിലുള്ള വൈരുദ്ധ്യം കൂടുതലും മൂർച്ഛിക്കുന്നത് മുസ്ലിം ലീഗുമായിട്ടുള്ള നിലപാട്, മുസ്ലിം ലീഗ് പാർട്ടീഷന് വേണ്ടി നിലനിൽക്കുന്നു എന്നുള്ളത്. ആ പാർട്ടീഷനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എതിർത്തെങ്കിൽ തന്നെയും അവസാന ഘട്ടത്തിൽ പാർട്ടീഷൻ അല്ലാതെ മറ്റു മാർഗ്ഗമില്ല എന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കാൻ തയ്യാറായി എന്നുള്ളത്. ഇതൊക്കെയാണ് ഹിന്ദുത്വത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം. അവർക്ക് ഒരു കാലത്തും യാതൊരു തരത്തിലുള്ള ജനകീയ പരിപാടികളിലായിരുന്നു. അവർ കൊളോണിയൽ വിരുദ്ധ സമരത്തിലില്ല. അവർക്ക് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അവർക്ക് ജനങ്ങൾ പട്ടിണി കിടന്നാൽ എന്താണെന്നില്ല, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണമില്ല, അവർക്ക് എല്ലാവർക്കും സാർവജനീനമായിട്ടുള്ള വിദ്യാഭ്യാസം ഏർപ്പെടുത്തണമെന്നോ നിരക്ഷരത നിർമ്മാർജ്ജനം ചെയ്യണമെന്നോ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള വിമോചനാത്മക പദ്ധതിയോ കൊളോണിയൽ വിരുദ്ധ പദ്ധതിയോ ഒന്നും ഇല്ലാത്തൊരു പ്രസ്ഥാനമാണ് ഹിന്ദുത്വം. അത് ആദ്യം ഈ 857-ന് ശേഷം ഉണ്ടാകുമ്പോഴും ഒരു ഹിന്ദു ഭൂതകാലത്തിൻ്റെ
അഭിമാനത്തിലേക്ക്, ഗർവത്തിലേക്ക് ഇന്ത്യയെ തിരിച്ചു കൊണ്ടുപോകണമെന്നുള്ളൊരു അജണ്ടയല്ലാതെ സാമാന്യ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഒരു അജണ്ട. അതാണ് കോൺഗ്രസ് വന്നപ്പോൾ ഇവർ റിഡൻഡൻ്റ് ആയത്. കോൺഗ്രസ് ആദ്യകാലത്ത് പരാതികൾ എഴുതാനും നിവേദനങ്ങൾ കൊടുക്കാനും, ഈ നിവേദനം കൊടുക്കണ്ടേ മനുഷ്യൻ? ഈ നിവേദനങ്ങളും പരാതികളും മനുഷ്യനുള്ളതല്ലേ? അധികാരവുമായിട്ട് സംസാരിക്കാനല്ലേ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്? അങ്ങനെ അധികാരവുമായി സാമാന്യ ജനങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുന്ന യാതൊരു പദ്ധതിയും അറിയപ്പെടുന്ന രാഷ്ട്രീയ ചരിത്രത്തിൽ ഒന്നുമില്ലാതിരുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ഹിന്ദുത്വ എന്ന് പറയുന്നത്. അതിൻ്റെ ഏത് കാലത്തെ രൂപത്തിലും അതിനതില്ല. അതിന് ഈ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഇന്ത്യയെ ഈ ഒരു വേദിക് പൂർവ്വകാലത്തേക്ക് കൊണ്ടുപോവുക എന്നൊരു അജണ്ടയല്ലാതെ മറ്റ് അജണ്ടകളൊന്നുമില്ല. അപ്പോൾ ഇപ്പോഴത്തെ BJP വ്യത്യസ്തമായിട്ട് പ്രായോഗിക രാഷ്ട്രീയം പറയുന്നത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അത് അവരുടെ ഒരു അജണ്ടയല്ല. അവരെ സംബന്ധിച്ചോളം മറ്റെന്തിനേക്കാളും പ്രധാനം ഈ രാമക്ഷേത്രമാണ് ഇപ്പോഴും. അങ്ങനത്തെ ഒരു പ്രസ്ഥാനമാണത്. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും തീക്ഷ്ണമായിട്ട് ഈ വ്യത്യാസം ഉയർന്നു വന്നിരുന്നില്ല. അത് ഉയർന്നു വന്നത് ഈ ഇന്ത്യൻ വിഭജനവുമായി ബന്ധപ്പെട്ട് ആണ്. ആ രാഷ്ട്രീയം അവർക്ക് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു, RSന് എത്തിക്കാൻ സാധിച്ച ഈ വിഭജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിലാണ്. പ്രത്യേകിച്ച് 1980 ശേഷം നേരെ തിരിച്ചുള്ള ഒരു ചരിത്ര പ്രക്രിയയാണോ യഥാർത്ഥത്തിൽ നടക്കുന്നത്? അതായത് ഹിന്ദുത്വത്തിൻ്റെ ഒരു സ്വാധീനത്തിന് ഇവിടുത്തെ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി പലതരത്തിലും വിധേയപ്പെടും. 84-ൽ പള്ളിയുടെ വാതിൽ തുറന്നു കൊടുക്കുന്നു. പിന്നീടുള്ള പല പല സംഭവങ്ങൾ, ബാബറി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് തന്നെ കാരണമാകുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നു. ഇങ്ങനെ ഒരു തിരിച്ചുള്ള, നേരത്തെ മാഷ് പറഞ്ഞത് പിന്നെ എങ്ങനെയാണോ RSS അല്ലെ ഹിന്ദുത്വം റെഡൻഡൻ്റ് ആയി എന്നുള്ളതാണ്. ഇവിടെ തിരിച്ചൊരു സ്വാധീനം ഈ മുഖ്യധാര പാർട്ടിയിലേക്ക് ചെലുത്താൻ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കഴിയുന്നു. അത് ഒരു കുറച്ചുകൂടി ഒരു മൃദുഹിന്ദുത്വത്തിൻ്റെ രൂപത്തിൽ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിക്കുന്നു എന്നുള്ള ഒരു അപകടകരമായ അവസ്ഥയുണ്ടോ ഇപ്പോൾ? ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ചരിത്രവും നമ്മൾ കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. ഏത് പോയിന്റിലാണ് വീണ്ടും ഹിന്ദുത്വം പ്രത്യക്ഷപ്പെടുന്നതെന്ന് ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ നമുക്ക് അങ്ങനെ ചിന്തിക്കുമ്പോൾ 1947 സ്വാതന്ത്ര്യം കിട്ടുന്നു, നെഹ്റു പ്രധാനമന്ത്രിയാകുന്നു. നെഹ്റു 1964 മരിക്കുന്നത് വരെ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. അദ്ദേഹം 1964 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് 17 കൊല്ലം ഇരുന്ന കാലത്തിനിടയിൽ ഒരിക്കൽ പോലും ഏകാധിപത്യപരമായ ഒരു ഭരണരീതിയിലേക്ക് ഇന്ത്യയിൽ കൊണ്ടുപോകുന്ന ഒരു ചുവടുവയ്പും നടത്തിയിട്ടില്ല. സമാന്തരമായിട്ട് ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങൾ നോക്കിയിട്ട് അവിടുത്തെ ഭരണാധികാരികളെല്ലാം ചെയ്തത് ഏകാധിപതികളാവാനാണ്. ഏഷ്യ മൊത്തത്തിൽ ഏകാധിപത്യത്തിലേക്ക് നീങ്ങിയ ഒരു കാലഘട്ടത്തിൽ പോലും മലേഷ്യ ആണെങ്കിലും സിംഗപ്പൂർ ആണെങ്കിലും മറ്റ് പ്രദേശങ്ങളാണെങ്കിലും ഒക്കെ, കൊറിയ ആണെങ്കിലും ചൈനയാണെങ്കിലും ഒക്കെ ഏതെങ്കിലും തരത്തിലുള്ള സമഗ്രാധിപത്യത്തിലേക്കോ ഏകാധിപത്യത്തിലേക്കോ നീങ്ങിയ സമയത്ത് ഏഷ്യയിൽ ഏറ്റവും ശക്തമായ ഒരു ജനാധിപത്യ കേന്ദ്രം എന്നുള്ള രീതിയിൽ ഇന്ത്യയെ പിടിച്ചു നിർത്തുക തന്നെയാണ് 1964 വരെ നെഹ്റു ചെയ്തിരുന്നത്. അപ്പോൾ നെഹ്റു ഈ ഒരു വശത്ത് ഗാന്ധിയൻ ലെഗസിയുടെ പിന്മുറക്കാരനും അതേപോലെ തന്നെ അംബേദ്കറുമായിട്ട് ചേർന്ന് സാമൂഹ്യ നീതിയുടെ മുദ്രാവാക്യം ഭരണഘടനയിൽ ചേർത്ത് അതുകൂടിയുള്ള ഒരു അവസര സമത്വത്തിൻ്റെ പുതിയ മിശ്ര സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് വെച്ചു എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യത ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. പഞ്ചവത്സര പദ്ധതികളും അത് ആഗോളതലത്തിൽ തന്നെ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് യൂണിയനിലെ ആസൂത്രണത്തിൽ നിന്നാണല്ലോ അദ്ദേഹം സ്വീകരിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിസത്തിന് അദ്ദേഹം നേരിട്ട് എതിരാണെങ്കിൽ പോലും കമ്മ്യൂണിസത്തിൻ്റെ പല വശങ്ങളും സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. കമ്മ്യൂണിസ്റ്റ് വെറും ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധൻ്റെ കണ്ണുകൾ കൂടി നോക്കുന്ന രീതി നെഹ്റു ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ആസൂത്രണം അദ്ദേഹം സ്വീകരിക്കില്ലല്ലോ. ആസൂത്രണം സ്വീകരിക്കാൻ ഒരു സമ്മർദ്ദവും ആ അർത്ഥത്തിലില്ല. ആസൂത്രണം ഇല്ലാതെയും പിന്നെ മറ്റ് രാജ്യങ്ങൾ മുമ്പോട്ട് പോയിട്ടുണ്ട്, ജനാധിപത്യത്തിലൂടെ പോയിട്ടുണ്ട്, സാമ്പത്തിക വളർച്ചയിലൂടെ പോയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം സ്വീകരിച്ചതാണ്. അദ്ദേഹത്തിന് അതിനകത്ത് ആഭിമുഖ്യമുണ്ടായിരുന്നു. പക്ഷേ 1964 നെഹ്റു മരിക്കുന്നതോടുകൂടി ഈ ഒരു വലിയൊരു ഗ്യാപ്പ് ഉണ്ടാകുന്നുണ്ട്. കോൺഗ്രസ് സംബന്ധിച്ചോളം അതിനെ തടുത്തു നിർത്തിയിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫിഗറാണ് നഷ്ടപ്പെടുന്നത്. ഈ അവസരമാണ് ഹിന്ദുത്വം യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുവരെ ഇല്ലാതിരുന്ന രീതിയിൽ വളരെ പെട്ടെന്ന് ജനസംഘവും സ്വതന്ത്ര പാർട്ടിയും കൂടി ചേർന്ന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് 65-ൽ. അങ്ങനെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ആദ്യമായിട്ട് ഏറ്റവും വലിയ ഒറ്റ പാർട്ടിയായിട്ട് അവർ അധികാരത്തിൽ വന്നു. അവർ പ്രതിപക്ഷത്തേക്ക് വന്നു. അതുവരെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു 65-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ. അതിനുശേഷം ഒരിക്കൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് പിന്നെ ദേശീയ തലത്തിൽ ഒരു വലിയ ശക്തിയാവാൻ സാധിച്ചില്ല. പ്രധാന പ്രതിപക്ഷമായിരുന്നു. ഈ 17 വർഷവും ഇന്ത്യയിലെ പ്രതിപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. അപ്പോൾ ഒരു പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രതിപക്ഷം ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് ഭരണപക്ഷത്തെ തോൽപ്പിക്കേണ്ട പക്ഷമല്ലേ? 17 വർഷവും ഈ പ്രധാന പ്രതിപക്ഷത്തിന് കോൺഗ്രസിനെ തോൽപ്പിച്ച് ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ സാധിച്ചിട്ടില്ല. ഒരു ഘട്ടത്തിൽ പോലും 3-4 ഇലക്ഷൻ നടന്നിട്ടും ഈ 3-4 ഇലക്ഷനിൽ ഒന്നിലും സാധിച്ചിട്ടില്ല. ഒരു പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു വെല്ലുവിളി ഉയർത്തുന്നതിനാണല്ലോ നമ്മൾ പ്രതിപക്ഷം എന്ന് പറയുന്നത്. സാധിച്ചിട്ടില്ല. മറ്റ് പ്രതിപക്ഷ കക്ഷികൾക്ക്, ജനസംഘം അടക്കമുള്ള ചെറിയ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ ചെറിയതായിരുന്ന ജനസംഘം പോലെയുള്ള കക്ഷികൾക്കും സാധിച്ചിട്ടില്ല. പക്ഷേ 65-ന് ശേഷം
സ്ഥിതി മാറുകയാണ്. എന്ന് മാത്രമല്ല 65-ന് ശേഷം വന്ന ഇന്ദിരാഗാന്ധി ആദ്യ ഘട്ടത്തിൽ വളരെ അഗ്രസീവായിട്ടുള്ള നെഹ്റുവിയൻ നയങ്ങളാണ് നടപ്പിലാക്കിയത്. അതെ. ബാങ്ക് ദേശസാൽക്കരണം, അതുപോലെ തന്നെ പ്രീപേഴ്സ് നിർത്തലാക്കൽ, ഭൂപരിഷ്കരണത്തിനൊരു പ്രഷർ കൊടുക്കുക, അതുപോലെ തന്നെ ഈ മോണോപോളി റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട് കൊണ്ടുവരിക, ഫെറ കൊണ്ടുവരിക തുടങ്ങിയിട്ടുള്ള വളരെ ഒരു വശത്ത് പിന്നെ കുത്തക മുതലാളിമാരെയും മറുവശത്ത് വലതുപക്ഷ ഫാസിസ്റ്റുകളെയും തളയ്ക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് ആദ്യകാലത്ത് ഇന്ദിരാഗാന്ധി എടുക്കുന്നത്. ഇതോടുകൂടി അവരൊരു പൊതുശത്രുവായി മാറുന്നു. ഈ രണ്ട് ഗ്രൂപ്പുകളുടെ ഇന്ത്യൻ ബൂർഷ്വാസി വിഭാഗങ്ങളുടെയും വലതുപക്ഷത്തിൻ്റെയും ശത്രുവായിട്ട് ഇന്ദിരാഗാന്ധി മാറുന്നുണ്ട്. പക്ഷേ അപ്പോഴും അവരുടെ ഒരു വ്യക്തി പ്രഭാവം കൊണ്ട് ബംഗ്ലാദേശ് യുദ്ധത്തിന് ശേഷമുള്ള കാലഘട്ടത്തിലും അവർ വിജയിക്കുകയാണ് ചെയ്യുന്നത്. ഇവർ വീണ്ടും വിജയിച്ചതിലുള്ള അസഹിഷ്ണുത ഭീകരമായിരുന്നു. ആ അസഹിഷ്ണുതയിൽ നിന്നാണ് ബാലാസാഹേബ് ദേവരസിനെ പോലെ ഒരാൾ RSSൻ്റെ നേതൃത്വത്തിലേക്ക് വരുമ്പോൾ സകല പ്രതിപക്ഷ പാർട്ടികളെയും ഒന്നിച്ചു കൂട്ടി ഇന്ദിരാഗാന്ധിയെ എതിർക്കാമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് 70കളുടെ ആദ്യത്തിൽ ഈ വിശാല സഖ്യം ജയപ്രകാശ് നാരായണനും RSSും CPM-ഉം എല്ലാവരുമുള്ള സിൻഡിക്കേറ്റ് കോൺഗ്രസും എല്ലാവരുമുള്ള ഒരു വിശാല സഖ്യം 70കളിൽ ഉണ്ടാവുന്നത് ഈ ഒരു നിലപാടിൽ നിന്നാണ്. ഇവരെ ഏത് തരത്തിലും കോൺഗ്രസിനെ പുറത്താക്കുക എന്ന് മാത്രമല്ല 64-ന് ശേഷം ആദ്യമായിട്ട് വേണമെങ്കിൽ ഇന്ത്യയിൽ അധികാരത്തിൽ വരാമെന്ന് ഹിന്ദുത്വ ശക്തികൾക്ക് മനസ്സിലാകുകയാണ്. അതിനു മുമ്പ് അവർക്ക് അങ്ങനെ ഒരു ധാരണ ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. മുഖ്യപ്രതിപക്ഷം ആയതോടുകൂടി ബാക്കിയുള്ളവരെയും കൂടി ചേർത്തുകൊണ്ട് നിന്നാൽ ഇതിനൊരു സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാകുകയാണ്. അത് ഈ അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് തന്നെ അത് വ്യക്തമായി. കാരണം അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പാണ് ഗുജറാത്തിൽ ഇലക്ഷൻ നടക്കുന്നത്. ഗുജറാത്തിലെ ഇലക്ഷൻ അടിയന്തരാവസ്ഥയ്ക്ക് 3 മാസം മുമ്പാണല്ലോ ഗുജറാത്തിൽ ഇലക്ഷൻ നടക്കുന്നത്. അവിടെ ജനതാ മോർച്ച എന്ന് പറഞ്ഞ് ഈ കക്ഷികളെല്ലാവരും കൂടി മത്സരിക്കുകയും ബാബുഭായ് പട്ടേൽ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ജനതാ മോർച്ചയാണ് ജയിച്ചത്. ജനതാ മോർച്ച ജയിക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിയും ജഗ്ജീവൻ റാമും അടക്കമുള്ളവരെ അവിടെ ഒരു പൊതുയോഗത്തിൽ പോലും പങ്കെടുപ്പിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ കല്ലെറിയുകയും ബഹളമുണ്ടാക്കുകയും ചെയ്തു. നിരന്തരം വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ നടത്തി ഗുജറാത്തിനെ കലാപകലുഷിതമാക്കിയിട്ട് ആ കലാപകലുഷിതമായ അവസ്ഥ മുതലെടുത്താണ് ഈ ജനതാ മോർച്ച കോൺഗ്രസിനെ തോൽപ്പിക്കുന്നത്. ഇത് അടിയന്തരാവസ്ഥയ്ക്ക് മുൻപാണ്. അപ്പോൾ അടിയന്തരാവസ്ഥ കൊണ്ടാണ് കോൺഗ്രസ് തോറ്റതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അടിയന്തരാവസ്ഥയ്ക്ക് മുൻപ് തന്നെ ഈ ജനതാ മോർച്ച ഗുജറാത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞിരുന്നു. പിന്നെ അടിയന്തരാവസ്ഥയുണ്ടായി. അടിയന്തരാവസ്ഥക്കാലത്ത് ധാരാളം എക്സസസ് ഉണ്ടായി, ജനാധിപത്യ ധ്വംസനങ്ങളുണ്ടായി. ഇത് വലതുപക്ഷ ഫാസിസ്റ്റുകളെ എങ്ങനെ ചെറുക്കണമെന്ന് ഇന്ദിരാഗാന്ധിക്ക് ഒരു പ്രായോഗികമായ പരിപാടി ഇല്ലാതെ പോയതുകൊണ്ട് സംഭവിച്ചതാണ്. അവർക്ക് അറിയാവുന്നൊരു പരിപാടി അവർ ചെയ്തു. അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഇവരെയൊക്കെ ജയിലിലടച്ചു. പക്ഷേ അതുകൊണ്ട് ഇത് പിന്നെ ഇല്ലാതാകുമെന്ന് വിചാരിച്ചത് മൗഢ്യമായി പോയി. അവർ ശക്തിപ്പെടുകയാണ് അതുകൊണ്ട് ചെയ്തത്. ഗ്രാമാന്തരങ്ങളിൽ ഉത്തരേന്ത്യയിൽ RSS ശക്തിപ്പെടുന്നതിനാണ് യഥാർത്ഥത്തിൽ അടിയന്തരാവസ്ഥയും വഴിതെളിച്ചത്. അത് അടിയന്തരാവസ്ഥ കൊണ്ട് മാത്രം ഉണ്ടായതല്ല, അടിയന്തരാവസ്ഥയ്ക്ക് മുൻപ് തന്നെ അത് സംഭവിച്ചിരുന്നു. അല്ലെങ്കിൽ ഗുജറാത്തിൽ കോൺഗ്രസ് തോൽക്കില്ല. ഈ മാഷ് പറഞ്ഞു വരുന്നത് സാധാരണഗതിയിൽ പറഞ്ഞു വരുന്ന ഒരു സാധനം ഗാന്ധി വധത്തിന് ശേഷം പൊതുവിൽ പിൻവാങ്ങി നിൽക്കേണ്ടി വന്ന ഹിന്ദുത്വ രാഷ്ട്രീയം അടിയന്തരാവസ്ഥയോടുകൂടി അല്ലെങ്കിൽ അടിയന്തരാവസ്ഥക്കെതിരായ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായി കിട്ടിയ വിസിബിലിറ്റി ഉപയോഗപ്പെടുത്തി RSSും അല്ലെ ഹിന്ദുത്വ രാഷ്ട്രീയം പിന്നീട് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. 70കളിലാണ് അവർ വരുന്നത്. 70കളിൽ വരുന്ന ഈ 65-ലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ സാഹചര്യം മുതലെടുത്തുകൊണ്ട് അവർ ജയപ്രകാശ് നാരായണനുമായിട്ട് ചേർന്നുകൊണ്ട് ജയപ്രകാശ് നാരായണനും അതുപോലെ തന്നെ എല്ലാ CPM അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളെ മുഴുവൻ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് അത് ഈ പിന്നെ CPIയുടെ വിശ്വനാഥനുണ്ടല്ലോ, അദ്ദേഹം എഴുതുന്നൊരു CPM വലതുപക്ഷ പാളയത്തിൽ നിന്നും പറഞ്ഞ അന്ന് CPI അന്ന് കോൺഗ്രസിന്റെ കൂടെ ആയിരുന്നല്ലോ. 73-ൽ ഒരു ലഘുലേഖ എഴുതുന്നുണ്ട് CPM വലതുപക്ഷ പാളയത്തിൽ നിന്നും പറഞ്ഞു. കാരണം CPI ആണല്ലോ, CPI നേതാവായിട്ടുള്ള വിശ്വനാഥനാണല്ലോ എഴുതുന്നത്. അദ്ദേഹം CK വിശ്വനാഥൻ അദ്ദേഹം ഈ CPM-നെ വിമർശിച്ചുകൊണ്ട് CPM വലതുപക്ഷ പാളയത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി വലതുപക്ഷ പാളയത്തിൽ നിന്നാണെന്ന് തോന്നുന്നത് എൻ്റെ ഹെഡിങ് ഒരു ലീഫ്ലെറ്റ് എഴുതുന്നുണ്ട്. അതിൽ അദ്ദേഹം ഇങ്ങനെ ഈ പത്രസമ്മേളനങ്ങളിൽ EMS പങ്കെടുത്തിട്ട് പറയുന്ന കാര്യവും കേരളത്തിൽ പറയുന്നതും ഡൽഹിയിൽ പറയുന്നതും രണ്ടാണെന്നുള്ള കാര്യവും ഇവർ യഥാർത്ഥത്തിൽ ജയപ്രകാശ് നാരായണൻ്റെ മുന്നണിയുടെ ഭാഗമാണ് എന്നുള്ളതും ഒക്കെ വിമർശനാത്മകമായിട്ട് പറയുന്നുണ്ട്. അത് അടിയന്തരാവസ്ഥയ്ക്ക് വളരെ മുൻപുള്ള കാര്യമാണ്. അതിൽ പങ്കെടുത്തതിൻ്റെ കാര്യവും ചെങ്കൊടി ഉപേക്ഷിച്ച് ചെങ്കൊടി ഇല്ലാതെ വന്നാൽ പങ്കെടുപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ CPM ചെങ്കൊടി ഇല്ലാതെ പങ്കെടുത്തു എന്നൊക്കെ അദ്ദേഹം ആ ലഘുലേഖയിൽ വിമർശിക്കുന്നുണ്ട്. അത് CPM-നെ കൂടി ഇതിൻ്റെ കൂടെ നിർത്താനായിട്ട് RSSും ജയപ്രകാശ് നാരായണനും ശ്രമിച്ചു എന്നുള്ളതിൻ്റെ ഒരു വശം മാത്രമേ ആവുന്നുള്ളൂ. CPM-ന്റെ ഒരു വിമർശനം എന്നുള്ള രീതിയിലല്ല, കാരണം ഒരു പ്രതിപക്ഷ സഖ്യം ഉണ്ടാവുകയാണ് ആ കാലത്ത് ചെയ്യുന്നത്. പക്ഷേ അത് ഇന്ദിരാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലതുപക്ഷ ഗൂഢാലോചനയാണ്. അത് ശരിയുമാണ്. കാരണം വെച്ചാൽ വലതുപക്ഷ ഫാസിസ്റ്റുകൾ ഇപ്പോൾ സിൻഡിക്കേറ്റ് കോൺഗ്രസ് എന്തുകൊണ്ടാണ് മൊറാർജി ദേശായി കോൺഗ്രസ് വിടുന്നത്? ഈ പ്രീപേഴ്സ് നിർത്തലാക്കിയതും ബാങ്ക് ദേശസാൽക്കരണമൊന്നും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാഞ്ഞത് കൊണ്ടാണ്. അദ്ദേഹത്തെ RSS യഥാർത്ഥത്തിൽ അടർത്തി മാറ്റുകയാണ് ചെയ്യുന്നത് കോൺഗ്രസിൽ നിന്ന് അടർത്തി മാറ്റി ഏറ്റവും വലതുപക്ഷ മൂരാച്ചിയായിട്ടുള്ള ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു. ആലോചിക്കണം, ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയിലെ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്നു മൊറാർജി ദേശായി. അദ്ദേഹത്തെയാണ് അടർത്തി മാറ്റുന്നത്. അദ്ദേഹത്തെ അടർത്തി മാറ്റി അദ്ദേഹത്തെ കൂടെ കൊണ്ടുവരുന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഇടതുപക്ഷ പരിപ്രേക്ഷ്യമുള്ള ആളാണോ?
അല്ല. ബാക്കി അങ്ങനെ സോഷ്യലിസ്റ്റുകൾക്ക് വേറെ നിവൃത്തിയില്ല. സോഷ്യലിസ്റ്റുകൾ ഇതിൻ്റെ കൂടെ ചേരുന്നുണ്ട്. CPM മാത്രമല്ല, ജോർജ് ഫെർണാണ്ടസിനെ ജോർജ് പോലുള്ള ഫെർണാണ്ടസ്, അതെ. സോഷ്യലിസ്റ്റുകൾ ചേരുകയും ഒരു ഘട്ടത്തിന് ശേഷം CPM ഇതിൽ നിന്ന് പിന്മാറി ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി മാറുന്നുണ്ട്, ഇതിനോട് ചേർന്ന് നിൽക്കാതെ. പക്ഷേ അവസാന നിമിഷം വരെയും ജോർജ് ഫെർണാണ്ടസ് ഈ BJPയുടെ ഭാഗമായിട്ട് എന്താണ് മരിച്ചുപോയെന്ന് ആലോചിക്കണം. എന്തൊരു വലിയ ഐറണിയാണ് രാഷ്ട്രീയത്തിൽ. സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ വക്താവായിരുന്ന ജോർജ് ഫെർണാണ്ടസ് അവസാനം BJP അനുകൂലിയായിട്ടാണ് മരിക്കുന്നത് എന്നുള്ളത് ഒരു ഐറണിയാണ് നമ്മുടെ ചരിത്രത്തിൽ. അപ്പോൾ എല്ലാവരെയും കൂട്ടിച്ചേർത്തിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഇതിൻ്റെ പിവട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു പിവട്ടൽ ലീഡർഷിപ്പ് ഉണ്ടായിരുന്നത് RSSൻ്റെ കയ്യിൽ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി അതിനെ ശക്തമായിട്ട് എതിർത്തിരുന്നത്, അതിനെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചത്. പക്ഷേ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് കൊണ്ട് നടന്നില്ല. പക്ഷേ ഇതേ ഇന്ദിരാഗാന്ധി തന്നെ 1980 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അധികാരത്തിൽ വരുമ്പോൾ അവരുടെ നയസമീപനങ്ങളിൽ കൃത്യമായ വ്യത്യാസം കാണുന്നുവെന്ന് പലരും ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു ഒരു നിയോ ലിബറലിസത്തിൻ്റെ ആദ്യഘട്ടം, പിന്നെ അതുപോലെ വലതുപക്ഷത്തോടുള്ള നേരത്തെ അഗ്രസീവായൊരു ഇടത് സമീപനമായിരുന്നു എങ്കിൽ അതിൽ നിന്ന് മാറി. അതിന് കാരണം ആഗോളതലത്തിൽ സംഭവിച്ച എന്തെങ്കിലും കാരണമാണോ, അതോ ഒരു വ്യക്തി നേതാവ് എന്ന നിലയിൽ അവർക്കുണ്ടായ പരിണാമമാണോ? അല്ല, ഇത് രണ്ടുമല്ല. യഥാർത്ഥത്തിൽ പിന്നെ CPIയും CPMും കൂടി ഒന്നിച്ച് പോകുന്ന സമയത്ത് CPI കോൺഗ്രസ് മുന്നണിയിൽ നിന്ന് പുറത്തു വരുന്നത്. അങ്ങനെ CPI കോൺഗ്രസ് മുന്നണിയിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മർദ്ദം കോൺഗ്രസിന് പിന്നെ ഇല്ലല്ലോ. ഇന്ദിരാഗാന്ധി അതും കൂടി നോക്കിയാണ് ഇപ്പോൾ സോവിയറ്റ് യൂണിയനെയും തൃപ്തിപ്പെടുത്തുക, സോവിയറ്റ് യൂണിയനുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ്, അമേരിക്കയ്ക്കെതിരായിട്ടുള്ള നിലപാടാണ് കൈക്കൊണ്ടിരുന്നത്. അതെല്ലാം CPI ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് കൂടിയാണ് ഇന്ദിരാഗാന്ധി അത്തരത്തിലൊരു നിലപാട് എടുത്തിരുന്നത്. CPIയും കോൺഗ്രസിൻ്റെ ഇതിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടുള്ള ബന്ധം അതോടുകൂടി അവസാനിക്കുകയാണല്ലോ. രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കോൺഗ്രസിനെതിരാണ്. എന്ന് മാത്രവുമല്ല, 1980കളിൽ ഇന്ദിരാഗാന്ധി തിരിച്ചു വരുന്ന സമയത്താണ് ആഗോളതലത്തിൽ നിയോ ലിബറലിസം, ആഗോള മുതലാളിത്തത്തിൻ്റെ ഒരു പുതിയ പ്രത്യയശാസ്ത്രമായിട്ട് വരുന്നത്. അങ്ങനെയാണ് ഇന്ദിരാഗാന്ധി വിമർശന വിധേയമാകുന്നത്. എപ്പോഴാണ് ഇന്ദിരാഗാന്ധി വിമർശന വിധേയമാകുന്നത്? ഗോയങ്കയുടെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ പാർലമെന്റിനെ അറിയിക്കാതെ വേൾഡ് ബാങ്കുമായിട്ട് ലോണിനുള്ള കരാറുണ്ടാക്കിയതും അതിനകത്ത് ഈ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാംസ് നടപ്പിലാക്കിക്കൊള്ളാമെന്ന് ഇന്ത്യ ഗവൺമെൻറ് സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ള രഹസ്യരേഖ, അന്ന് രഹസ്യരേഖ, അത് ഇന്ത്യൻ എക്സ്പ്രസ് പത്രം പുറത്തു കൊണ്ടുവരുന്നതോടുകൂടിയാണ് നിയോ ലിബറലിസം ഇന്ത്യയിൽ വന്നു എന്നുള്ള വാർത്ത നമ്മൾ അറിയുന്നതും നമ്മൾ ഞെട്ടിപ്പോകുന്നതും. പക്ഷെ അത് ഇന്ദിരാഗാന്ധി മാത്രമല്ല, ലോകത്തിലുള്ള ഏഷ്യയിലെ മിക്കവാറും ഭരണാധികാരികൾ ആ ഘട്ടത്തിൽ അങ്ങനൊരു നിലപാടാണ് എടുക്കുന്നത്. കാരണം അത് വേൾഡ് ബാങ്ക് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ളൊരു നിലപാടാണ്. വേൾഡ് ബാങ്ക് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള നിലപാട് താച്ചറും അതുപോലെ തന്നെ റൊണാൾഡ് റീഗണും അത് എംബ്രേസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. മറ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, മലേഷ്യ അടക്കമുള്ള, സിംഗപ്പൂർ അടക്കമുള്ള രാജ്യങ്ങളെല്ലാം അത് 70കളിൽ ശക്തമായി പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിരുന്നു. പിന്നെ സൗത്ത് കൊറിയ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിരുന്നു. തായ്ലൻഡും അതുപോലുള്ള മറ്റ് രാജ്യങ്ങളൊക്കെ നിയോ ലിബറലിസത്തേക്ക് മാറിയിരുന്നു. പിന്നെ ഇന്ത്യക്ക് മാത്രം എങ്ങനെയാണ് മാറി നിൽക്കാൻ സാധിക്കുക എന്നുള്ള ഒരു പരിപ്രേക്ഷ്യത്തിലാണ് ഇന്ദിരാഗാന്ധിയും അത് സ്വീകരിക്കുന്നത്. ലോൺ കിട്ടാനായിട്ട് ആദ്യമായിട്ടാണ് 80കളിൽ ഈ ലോൺ കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ളൊരു കരാർ ഒപ്പിടണമെന്ന് വേൾഡ് ബാങ്ക് ആവശ്യപ്പെടുന്ന അപ്പോഴാണ്. അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം ഒരുപക്ഷെ ഇന്ദിരാഗാന്ധിക്ക് വന്ന് മനസ്സിലായിട്ടുണ്ടാവണമെന്നില്ല. ആ കരാർ ഒപ്പിടുന്നു. സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണത്തിന്മേലുള്ള ഒരു കൈകടത്തലാണെന്നും സാമ്പത്തിക മാനേജ്മെൻറ്റ് ദേശീയ ഗവൺമെൻറ്റിൽ നിന്ന് അന്താരാഷ്ട്ര ഫൈനാൻഷ്യൽ ഏജൻസികൾ ഏറ്റെടുക്കുകയാണെന്നുമുള്ള ആ ഒരു ട്രാൻസിഷൻ മനസ്സിലാക്കപ്പെടാതെ പോയിട്ടുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, മറ്റ് പല സ്ഥലങ്ങളിലും അത് ആ അർത്ഥത്തിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ അവരത് മനസ്സിലാക്കപ്പെടാതെ പോയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. അതേ സമയത്ത് തന്നെയാണ് ഇവർ WTO കൊണ്ടുവരുന്നതും. ഈ ഡങ്കൽ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു കാലത്ത് വളരെ ഗാട്ട് കരാർ എന്ന് പറയുന്ന ഗാട്ട് കരാർ ഈ ലിബറലൈസേഷൻ്റെ ഏറ്റവും മൂർത്തമായ രൂപം അവതരിപ്പിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നതാണ് ഗാട്ട് കരാർ. ഇന്ത്യ അതിനെ എതിർത്തിരുന്നല്ലോ. വളരെ കാലം മൻമോഹൻ സിംഗ് അടക്കമുള്ളവർ ഇതിനെ എതിർത്താണ് നിന്നിരുന്നത്. പക്ഷേ അതിൽ ഒപ്പിടേണ്ടി വന്നു, അത് നടപ്പിലാക്കേണ്ടി വന്നു. ഗാട്ട് കരാറിലെ ക്ലോസസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് നിയോ ലിബറലിസത്തിന് ഒരു രാജ്യത്തെ കീഴ്പ്പെടുത്തുന്ന നിയമങ്ങളായിരുന്നു. ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. അതായത് ഇപ്പം നെഹ്റുവിൻ നിലപാടുകൾ 1947 മുതൽ ഇന്ദിരാഗാന്ധിയുടെ ആദ്യഘട്ടം വരെ വളരെ അഗ്രസീവായി നടപ്പിലാക്കി എന്ന് പറഞ്ഞു. ഇതിൻ്റെ തന്നെ ഒരു പ്രതിസന്ധിയുടെ ഭാഗമായിട്ടാണോ ഈ വേൾഡ് ബാങ്ക് കരാറിലേക്ക് ഈ ഇന്ത്യക്ക് പോകേണ്ടി വരുന്നതും അതേ സമയത്ത് തന്നെ പാരലലായിട്ട് ഒരു ഹിന്ദുത്വത്തിൻ്റെ ഒരു റിസർജൻസ് ഉണ്ടാവുകയും ചെയ്യുന്നത്? ഇതൊരു കെയ്നീഷ്യൻ ഇക്കണോമിക്സിൻ്റെ പ്രതിസന്ധി കൂടിയാണോ യഥാർത്ഥത്തിൽ? യഥാർത്ഥത്തിൽ അത് കെയ്നീഷ്യൻ ഇക്കണോമിക്സിന് ഒരു പ്രതിസന്ധി ഉണ്ടായി എന്നുള്ള വലതുപക്ഷ വാദത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ച് 70കളിൽ 1973 ഓയിൽ ഷോക്ക് ഉണ്ടാകുന്നത്. 1950 മുതൽ 1973 വരെയുള്ള കാലഘട്ടം അറിയപ്പെടുന്നത്
ലോക മുതലാളിത്തത്തിൻ്റെ സുവർണ്ണകാലം എന്നാണ്. ആ സുവർണ്ണകാലത്താണ് ഈ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടാകുന്നത്. വെൽഫെയർ സ്റ്റേറ്റ് യഥാർത്ഥത്തിൽ സോവിയറ്റ് യൂണിയനെ പേടിച്ച് നടപ്പിലാക്കിയ ഒരു പരിപ്രേക്ഷ്യമാണ് ഈ വെൽഫെയർ സ്റ്റേറ്റ്. കാരണം തൊഴിലാളി യൂണിയനുകൾ വിപ്ലവം ഉണ്ടാക്കരുത്, തൊഴിലാളികൾ യൂറോപ്യൻ ഗവൺമെൻറ്റുകളെ അട്ടിമറിക്കരുത് എന്നുള്ളത് വെച്ചിട്ട് തൊഴിലാളികളെ സ്വാംശീകരിക്കുക എന്നുള്ളതായിരുന്നു വെൽഫെയർ സ്റ്റേറ്റിൻ്റെ പക്ഷേ അതിനൊരു മറുവശമുണ്ട്. ഇന്ത്യ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആയിരുന്നു. ഇന്ത്യ വെൽഫെയർ ക്ഷേമരാഷ്ട്രം നടപ്പിലാക്കിയത് ഒരു വശത്ത് അവസര സമത്വത്തിന് വേണ്ടിയുള്ള നെഹ്റുവിൻ്റെ പദ്ധതിയും മറുവശത്ത് സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള അംബേദ്കറിൻ്റെ ഇടപെടലും കൂടിച്ചേർത്തിട്ടാണ് വെൽഫെയർ സ്റ്റേറ്റ് ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. അത്തരത്തിൽ ഈ പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ ആണ് അതിന് നമ്മൾ പറയുന്നത്. ഈ പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എല്ലാ വെൽഫെയർ സ്റ്റേറ്റിലും ഉണ്ടെങ്കിലും ഇന്ത്യയുടെ അത്രയും ശക്തമായ ഒരു പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ നയപരിപാടിയായിട്ട് ഭരണഘടനയിൽ തന്നെ കൊണ്ടുവന്ന മറ്റൊരു രാഷ്ട്രമില്ല. സംവരണം പോലെയുള്ള ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേറ്ററി പാരഡൈം കൊണ്ടുവന്ന മറ്റൊരു രാജ്യമില്ല. അത് ഏറ്റവും ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അംബേദ്കറിൻ്റെ ഒരു ഇടപെടൽ. അതായത് ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ നമുക്ക് വെക്കാവുന്ന ഒരു മാതൃക അംബേദ്കറിൻ്റെത് ഈ പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ്റെ ഏറ്റവും സമഗ്രമായ രൂപം അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും സമഗ്രമായ രൂപം അദ്ദേഹം അവതരിപ്പിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നെഹ്റു അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളത്. പക്ഷേ ഈ വെൽഫെയർ സ്റ്റേറ്റ് തകർന്നു എന്ന് 1970-കളിൽ വലതുപക്ഷ സൈദ്ധാന്തികന്മാർ പറയാൻ തുടങ്ങി. ഓയിൽ ഷോക്കിൻ്റെ പശ്ചാത്തലത്തിൽ ഇത് സ്റ്റേറ്റിന് ഇതിങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റില്ല, മുതലാളിത്തത്തിന് ഇങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഇത് മാറണം എന്ന് പറഞ്ഞ് ആരംഭിച്ച ചർച്ചയാണ് ന്യൂ ലിബറലിസത്തിലേക്കും സ്റ്റേറ്റ് പിൻവാങ്ങണം എന്നുള്ളതിലേക്ക് എത്തുന്നത്. അപ്പോൾ സ്റ്റേറ്റ് പിൻവാങ്ങുക എന്ന് പറഞ്ഞാൽ പല രീതിയിൽ പിൻവാങ്ങാം. പക്ഷേ ഇവിടെ സ്റ്റേറ്റ് വ്യക്തമായിട്ട് സ്റ്റേറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇല്ലാതാവുകയാണ്. അപ്പോൾ അതൊരു ഐഡിയോളജിയായി മാറിയപ്പോൾ ക്യാപിറ്റലിന് വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റേറ്റർ മാത്രമായി സ്റ്റേറ്റ് മാറുകയാണ്. അപ്പോൾ എന്താണ് ഈ വേൾഡ് ബാങ്ക് കരാറിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡ് ബാങ്ക് ഇന്ത്യയോട് ഒന്ന് ആവശ്യപ്പെട്ടത് ഇതാണ്: ഒരു സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം നിങ്ങൾ നടപ്പിലാക്കുക. അതായത് ഈ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാമിൽ നിങ്ങളുടെ ബജറ്ററി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ ബജറ്ററി എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക, വെൽഫെയറിൽ നിന്നുള്ള ഇപ്പോൾ സബ്സിഡികൾ അങ്ങനെയുള്ളത് കുറയ്ക്കുക. അപ്പോൾ അതേ സമയത്ത് തന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ നിന്നും ഗാട്ട് കരാറിൽ നിന്നും ഈ സബ്സിഡികൾ എടുത്തു കളയുക, ടാരിഫ് ഈക്വലൈസ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള മറ്റ് റെസ്ട്രിക്ഷൻസ്, ഇമ്പോർട്ട് എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് എടുത്തു കളയുക തുടങ്ങിയിട്ടുള്ള നിയമങ്ങളും വന്നു. അപ്പോൾ ഒരു ഒഫീഷ്യൽ ഐഡിയോളജി ആയിട്ട് ന്യൂ ലിബറലിസത്തെ വേൾഡ് ക്യാപിറ്റലിസം സ്വീകരിക്കുകയും അതുവരെ അത് കൊണ്ടു നടന്നിരുന്ന വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന സിദ്ധാന്തത്തെ അത് ഉപേക്ഷിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ 91-ൽ മൻമോഹൻ സിംഗ് അല്ല ന്യൂ ലിബറലിസം നടപ്പിലാക്കുന്നത്, 80-കളിൽ ഇന്ദിരാഗാന്ധിയാണ് ന്യൂ ലിബറലിസം നടപ്പിലാക്കുന്നത്. എന്ന് മാത്രവുമല്ല 1986-ലെ വിദ്യാഭ്യാസ നയം, ഇപ്പം നമ്മൾ അത് ഇതിനേക്കാൾ പ്രോഗ്രസീവാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. ആ നയം അന്നത്തെ അവസ്ഥയിൽ ഈ ആഗോള ന്യൂ ലിബറൽ സമ്പദ് വ്യവസ്ഥയുടെ ചിട്ടകൾക്കനുസൃതമായി ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ പുനർനിർവചിക്കുന്നതിനും പുനർനിർമ്മിക്കുന്നതിനും വേണ്ടിയുള്ള പോളിസിയായിരുന്നു 1886-ൽ കൊണ്ടുവന്നിരുന്നത്. അത് പൂർണ്ണമായിട്ടും അതുകൊണ്ടാണ് ഇപ്പോഴത്തത് വെറും ഒരു ഹിന്ദുത്വ വിദ്യാഭ്യാസ നയമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അതിന് കുറച്ചുകൂടി പ്രോഗ്രസീവായിട്ടുള്ള ഒരു ഔട്ട്ലുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും അത് 60-കളിലെയോ 70-കളിലെയോ നയമല്ല, ഈ ന്യൂ ലിബറലിസത്തിന് അനുയോജ്യമായ തരത്തിലുള്ള ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ മാറ്റുന്നതിൻ്റെ ഇടപെടലാണ്. അപ്പോൾ 80-കളിലാണ് യഥാർത്ഥത്തിൽ അത് ആരംഭിച്ചിട്ടുള്ളത്. ഈ കോർപ്പറേറ്റ് മുതലാളിത്തം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ രാഷ്ട്രീയ പാർട്ടികളെ പോലും ഇല്ലാതെയാക്കി കോർപ്പറേറ്റുകൾ സോഷ്യൽ മീഡിയ വഴി നേരിട്ട് ഭരിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ, ഈ ഫേസ്ബുക്കിനും ഗൂഗിളിനും ഒക്കെ നമ്മളെ നേരിട്ട് ഭരിക്കാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവർ പ്രിഫർ ചെയ്യുന്ന അതാണ്, അവർക്ക് വേണ്ടത് അതാണ്. ബൂഷ കോടതി തെറ്റാണെങ്കിൽ നമ്മൾ ജനകീയ കോടതിയാണ് കൊണ്ടുവരുന്നത്, കോടതിയെ മറികടക്കുന്ന ഒന്ന് അപ്പോൾ ഈ പാരഡൈം എന്ന് പറയുന്നത് ചരിത്രപരമായി നമുക്ക് കിട്ടുന്നതാണ്. ആ പാരഡൈമിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുള്ളൂ. കാലികത വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഒരു ദുരഭിമാന കൊല നടന്നിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി മിണ്ടാതിരിക്കാതെ ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയുക, കുട്ടികൾ ജാതിപരമായിട്ട് വിവേചനം നടത്തുന്നുണ്ടെങ്കിൽ അത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറയുക. കാരണം ഇവിടെ ഒറ്റപ്പെട്ട സംഭവം ഉണ്ടാവുള്ളൂ, നവോത്ഥാനം നടന്ന നാടല്ലേ എന്ന് പറയുന്നതിനെയാണ് ഞാൻ നവോത്ഥാന ദുരഭിമാനം എന്ന് പറയുന്നത്.